യെസ്, ബഷീർ ഹിയർ. കുറുപ്പാണ്. ഈ പറഞ്ഞ മേനോൻ കൊല്ലത്ത് വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നോ? ശരി ശരി, താങ്ക്സ്. മേനോൻ കൊല്ലത്ത് ചെന്നിട്ടില്ലെന്ന്. എങ്കിൽ മേനോനായിരിക്കണം ആ കെട്ടിടത്തിൽ ഇരുന്നത്. റാംമോഹന്റെ കാര്യം ഫോൺ ചെയ്തത് മേനോൻ തന്നെ ആയിരിക്കണം. പക്ഷെ മേനോൻ എന്തിനാ കെട്ടിടത്തിൽ പോണം? സാർ, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ മേനോൻ കൊല്ലത്ത് പോയെന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ആ വേലക്കാരി വീട്ടിൽ പോയെന്ന് പറയുന്നത്. അവളെ കുറിച്ച് ഏകദേശം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാ. മേനോൻ തനിച്ചായിരിക്കില്ല ആ മെഷീൻ റൂമിൽ ഇരുന്നിരുന്നത്. കൂടെ അവളും ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ വരില്ല. അത്തരത്തിൽ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യ അടുത്ത് വീട്ടിലുള്ളപ്പോ മേനോൻ അതിന് തുനിയുമോ? അതൊരു തരത്തില് ശരിയായിരിക്കാം. പക്ഷെ ഇതുപോലൊരു പെണ്ണിനെ കൊണ്ട് മേനോൻ വല്ല ഹോട്ടലിലേക്കും പോകാൻ പറ്റുമോ? മേനോന്റെ ഭാര്യ ഈ മെഷീൻ റൂമിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയായിരിക്കാം. അത് ശരിയാണെങ്കിൽ തന്നെ മേനോനത്തിന് മകളെ കൊല്ലണം. സാർ, മേനോൻ കൊന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ മേനോൻ വല്ലതും കണ്ടു കാണും. വേലക്കാരുടെ കൂടെ ആയിരുന്നുകൊണ്ട് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം പേര് പറയാതെ ഇങ്ങോട്ട് ഫോൺ ചെയ്തത്. ഏതായാലും ആ വേലക്കാരുടെ കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കണം. കോന്നാട് സ്റ്റേഷനിൽ അവിടെ വീടിനെടുത്ത അവസ്ഥ ഒരു PC ഉണ്ട്. ഞാൻ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. എന്നാ താൻ വിളിക്ക. ഹലോ, ഇത് മത്തായിയാ, HC. അപ്പുക്കുട്ട, നമ്മുടെ ആ ചായക്കടക്കാരൻ അയ്യപ്പന്റെ പെങ്ങളില്ലേ, മീനാക്ഷി? അതെ, അത് തന്നെ. അവൾ ഇവിടെ ഒരിടത്ത് വേലയ്ക്ക് നിൽക്കുക. അവളെ മിനിഞ്ഞാനോടെ വന്നോന്ന് അറിയണം. ആ, എപ്പ വന്നു എപ്പ പോയി എന്നൊക്കെ അറിയണം. അല്ലടേ, ഇത് വേറെ കേസാ. ആ, ഉടനെ വിളിച്ച് പറയണം. ശരി, വെക്കട്ടെ. അന്ന് സന്ധ്യയ്ക്ക് മേനോൻ റിസ്റ്റ് ബാറിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? 8 മണിക്ക് ശേഷമാണ് അയാൾ അവിടെ ചെന്നതെങ്കിൽ മേനോന് പലതും അറിയാമായിരിക്കും. മിസ്റ്റർ നമ്പ്യാർ തന്നെ ആ ബാറിലൊന്ന് അന്വേഷിക്കണം. യെസ് സർ. യെസ്, ബഷീർ സ്പീക്കിംഗ്. വെരി ക്ലോസ് ടു. ശരി, എന്തെങ്കിലും ഉണ്ടെ അറിയിക്കാം. താങ്ക്സ്. റാംമോഹനെ പിടികിട്ടിയില്ല. അപ്പോഴേക്കും അയാൾ മുറി വെട്ടെന്ന്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് മേനോന്റെ കാര്യം നോക്കാം.